ഹായ് എവരിവൻ, സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? കേവലം കുറച്ച് സ്ഥലങ്ങൾ കാണാനോ അതോ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ചിത്രങ്ങൾ പങ്കുവെക്കാനോ? അല്ല, യാത്രകൾ എന്ന് പറയുന്നത് നമ്മളെ തന്നെ തിരയുന്ന ഒന്നാണ്. നമ്മൾ എപ്പോഴും ഒരേ മുറിക്കുള്ളിൽ ഒരേ ചിന്തകളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ലോകം ചുരുങ്ങി പോവുക. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കാറ്റും വെളിച്ചവും പുതിയ വഴികളും മുന്നിൽ തെളിയുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. യാത്രകൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? പരിധികൾ തകർക്കാൻ. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും പേടിയായിരിക്കും, അല്ലേ? എന്നാൽ ലക്ഷ്യമില്ലാത്ത വഴികളിലൂടെ യാത്രകൾ നമ്മളെ ധൈര്യശാലികളാക്കും. ഒരു പുതിയ റൂട്ടിൽ പോകുമ്പോൾ, ഒരു മല കയറുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഭയങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തോൽപ്പിക്കുന്നത്. ജീവിതത്തെ സ്നേഹിക്കാൻ വേണ്ടി വണ്ടിയുടെ സ്റ്റിയറിങ് നമ്മുടെ കൈകളിൽ ഇരിക്കുമ്പോൾ, ആ റോഡിൽ നമ്മൾ മാത്രമായിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡമുണ്ട്. അത് മറ്റൊന്നിനും തരാൻ കഴിയില്ല. പ്രതിസന്ധികൾ നേരിടാൻ യാത്രകളിൽ എപ്പോഴും റോഡ് നേരെയായിരിക്കില്ല. ചിലപ്പോൾ വഴി തെറ്റാം, ചിലപ്പോൾ വണ്ടി കേടാകാം, ചിലപ്പോൾ കനത്ത മഴ പെയ്യാം. പക്ഷേ നമ്മൾ അവിടെ യാത്ര അവസാനിപ്പിക്കാറില്ലല്ലോ, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാൻ നമ്മൾ മരങ്ങളല്ലല്ലോ, മനുഷ്യരാണ്. ഓടിക്കൊണ്ടിരിക്കണം, പുതിയ വഴികൾ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് മനസ്സിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കരുത്. ബാഗ് പാക്ക് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. കാരണം ചില യാത്രകൾ നമ്മുടെ വഴികളെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യും? മാറ്റിമറിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? എന്ത് ടെൻഷനാണെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും, നമ്മൾ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ നമുക്ക് ടെൻഷനും അല്ലെങ്കിൽ ബേജാറും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു യാത്ര പ്ലാൻ ചെയ്യാം. എവിടേക്കും പോകണ്ട, നമ്മുടെ സ്വന്തം നാട് തന്നെ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ എനിക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലം തന്നെയാണ് ഞാനിപ്പോൾ ഇക്കഴിഞ്ഞ ആഴ്ച, അതായത് 2 ആഴ്ച മുമ്പ് പോയത് കൂട്ടായി കടപ്പുറം, തിരൂർ, മലപ്പുറം തിരൂർ, താനൂർ കടത്ത് കൂട്ടായി കടപ്പുറം. നല്ലൊരു വൈബാണ്. പിന്നെ ഞാൻ പോയത് അങ്ങാടിപ്പുറത്തുനിന്ന് ട്രെയിൻ കയറി നിലമ്പൂർ തേക്ക് മ്യൂസിയം, അതുപോലെ തന്നെ നമ്മുടെ കൊടികുത്തി മല, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ കോഴിക്കോടാകട്ടെ, എറണാകുളം ആകട്ടെ, അതുപോലെ തിരുവനന്തപുരം ആകട്ടെ, എവിടേക്കാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കുക. ആരെന്ത് തടസ്സം വന്നാലും നമ്മളെ നെഞ്ചും കെട്ട് സുഖം കിട്ടും, നല്ലൊരു പുഞ്ചിരി തൂക്കാൻ പറ്റും. കാരണം അതൊരു വൈബാണ്, മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുക? യാത്രയെ തിരഞ്ഞെടുക്കുക, യാത്ര പോവുക. ഈ ലോകം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സ്വർഗത്തിൻ്റെ മണം കിട്ടുമെന്നൊക്കെ പറയുന്നേക്കാം. മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ, അതുപോലെ തന്നെ മൈസൂർ, ഇങ്ങനെ ഒരുപാട് പ്രകൃതി ഭംഗികളുണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ. കേരളത്തിൽ മലപ്പുറത്തായാലും, കോഴിക്കോടാണെങ്കിലും, തിരുവനന്തപുരത്താണെങ്കിലും, വയനാടാണെങ്കിലും, കാസർഗോഡാണെങ്കിലും. അതുപോലെ വയനാട് മറ്റേതുണ്ടല്ലോ, വയനാട് ചുരം നല്ല രസമാണ്. ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ബസ്സിൽ ഒറ്റയ്ക്ക് ആരും ശല്യത്തിന് വേണ്ട, ആരും ശല്യപ്പെടുത്താൻ വേണ്ട, ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യാം. നല്ലൊരു വൈബ്. ഇത്ര സുന്ദരമായ യാത്ര വേറെ എവിടെയും കിട്ടും. മനസ്സറിഞ്ഞ് യാത്ര ചെയ്താൽ വലിയ സന്തോഷമാണ്. അപ്പോൾ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. എന്തായാലും നിങ്ങളും യാത്രയ്ക്കായി തയ്യാറാവാം. ഓക്കെ.